ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, നൂതന സാങ്കേതിക വിദ്യകളുടെ ആവിർഭാവത്തോടെ, അതുപോലെ ആധുനിക ഗാഡ്ജറ്റുകളുടെയും ആവിർഭാവത്തോടെ ലോകമെമ്പാടുമുള്ള വിവരവിനിമയ കൈമാറ്റങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ എല്ലാ അതിരുകളും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് സാമ്പത്തിക ചൂഷണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മനുഷ്യ വായ്പകളുടെയും ആർദ്രതകളുടെയും മുകളിലേക്ക് പണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും പണം മതി എന്ന വ്യാഖ്യാനങ്ങൾ മനുഷ്യഹൃദയങ്ങളെ നിരന്തരം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സ്വാഭാവിക മോഹത്തിന് പുറത്താണ് വ്യത്യസ്ത പേരുകളിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളുടെ വലിയ ഗർത്തങ്ങളിൽ മനുഷ്യൻ ചെന്ന് ചാടുന്നത്. 2014 അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ മനക്ലേശമുണ്ടാക്കുന്നത്, ഭിന്നിപ്പുണ്ടാക്കുന്നത് പണമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമ്പത്തിനോടുള്ള അതിയായ ആർത്തി മൂത്തുകൊണ്ട്, സമ്പത്തിനോടുള്ള വല്ലാത്ത പ്രേമം മൂത്തുകൊണ്ട്, അതിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ഓർക്കാൻ പോലും സമയം കൊടുക്കാതെ പണം കായ്ക്കുന്ന മരത്തെ തേടി ഓടിപ്പോകുകയാണ് ഓരോ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് 2021 ഗ്ലോബൽ ടെക് സപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം 69% ആളുകളും, രാജ്യത്ത് 69% ആളുകളും സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായവരാണ് എന്നതാണ്. അതുപോലെ റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത് 64,000 ഇടപാടുകൾ രാജ്യത്ത് സംഭവിക്കുന്ന സമയത്ത് അതിൽ ഒരു ഇടപാടെങ്കിലും സാമ്പത്തിക ചൂഷണത്തിന് അധിഷ്ഠിതമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്ത് 42% ആളുകളും, ജനസംഖ്യയിൽ 42% ആളുകളും സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായവരാണ്. ക്യൂനെറ്റ്, അതുപോലെ ടോട്ടൽ ഫോർ യു, ഡാറ്റ എൻട്രി കമ്പനികളുടെ തട്ടിപ്പുകൾ എന്ന് തുടങ്ങി പ്രവീൺ റാണയുടെ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന വ്യാജ പ്രചാരണത്തിലൂടെയുള്ള തട്ടിപ്പ്, കണ്ണൂരിൽ നടന്ന അർബൻ നിധി, വിനോദ് കുമാറിന്റെ GBG നിധി എന്നിങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത, എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തെ നടുക്കിയ, കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായിട്ട് കണക്കാക്കപ്പെടുന്ന 1730 കോടി രൂപ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് എന്നിങ്ങനെ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമായിട്ട് എണ്ണിയാലൊടുങ്ങാത്ത സാമ്പത്തിക ചൂഷണങ്ങളും തട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ സർവേകളും കണക്കുകളും നമ്മെ നിരന്തരം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2021 7.05 ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ തന്നെ കണ്ടുകെട്ടിയ പണം, അതിൽ സർവേ നടത്തിയപ്പോൾ കണ്ടെത്താനായ പണം എന്ന് പറയുന്നത് 542 കോടി രൂപയാണ്. ഒട്ടും വൈകാതെ 2 വർഷങ്ങൾക്ക് ശേഷം 2023 19.94 ലക്ഷം കേസുകളായി വർദ്ധിക്കുകയും അതിൽ നിന്ന് തന്നെ കണ്ടുകെട്ടിയ പണം എന്ന് പറയുന്നത് 2537 കോടി രൂപ എന്ന ഭീമാകാരമായ സംഖ്യയിലേക്ക് ഉയർന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രതീക്ഷകളുടെ കുന്നിൻ പുറത്ത് നിന്നും നിരാശയുടെയും ബാധ്യതകളുടെയും വലിയ ഗർത്തങ്ങളിലേക്ക് വീണു പോവുകയാണ് പല ആളുകളും. സ്നേഹവും ആർദ്രതയും തലോടലും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട്, വൈകാരികതയെ തലോടിക്കൊണ്ട് ഇത്തരം സാമ്പത്തിക ചൂഷണങ്ങളുള്ള സംരംഭങ്ങളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊടുക്കുകയാണ് അതിന്റെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂൾ അക്കൗണ്ട്, ക്രിപ്റ്റോ കറൻസി, ഡാറ്റ എൻട്രി തട്ടിപ്പുകൾ എന്നിങ്ങനെ തുടങ്ങി
ഓരോ സാമ്പത്തിക പ്രേമിയെയും വലയിട്ട് പിടിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി സംരംഭങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഗതികേടിന്റെ പേരിൽ സാധ്യതകളുടെ ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട്, പ്രതീക്ഷയുടെ ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അതിലേക്ക് ചേരുന്നവരുണ്ട്. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം എന്ന് ചിന്തിക്കുന്നവരും ഒട്ടനവധിയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെല്ലാം പരിഹാരമെന്നോണം നമ്മുടെ മുന്നിൽ തെളിമയോടെ സുതാര്യമായിട്ട് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് നമ്മുടെ മതമാകുന്ന ഇസ്ലാമിന്. അതിനെ ഫോളോ ചെയ്യുന്ന, അതിനെ തുടർന്ന് കച്ചവട ഇടപാടുകൾ നടത്തുന്ന ഒരാൾക്കും സാമ്പത്തിക തട്ടിപ്പിന് ഇരകളാകേണ്ടി വരില്ല. ഏറ്റവും നല്ല കച്ചവടം ഏതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദ്യമുണ്ടായപ്പോൾ അത് കച്ചവടമാണ് എന്ന് പറയുകയുണ്ടായി. കച്ചവടത്തെ പോലെ ബർക്കത്തുള്ള ഒരുപാട് ജോലികൾ മറ്റുമുണ്ട്, എങ്കിലും കച്ചവടത്തിന് ഒരു വേറെ തന്നെയാണ് സ്ഥാനം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.